അപ്പോൾ സ്ട്രിംഗ് മാനിപ്പുലേഷനിലെ ചില ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതുപോലെ ഇനിയും സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ കുറേ ബിൽറ്റ് ഇൻ മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് സ്ട്രിങ്ങിനെ എങ്ങനെ അപ്പർ കേസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിലുള്ള അൺവാണ്ടഡ് സ്പേസിനെ എങ്ങനെ റിമൂവ് ചെയ്ത് കളയാം, ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ വേർഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോരോ കാര്യത്തിലും പൈത്തണിൽ ബിൽറ്റ് ഇൻ മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഈ ബിൽറ്റ് ഇൻ മെത്തേഡ്സ്, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ട്രിങ്ങിനെ എങ്ങനെയാണ് അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു സ്ട്രിംഗ് വേരിയബിൾ str1 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്നൊരു വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും മാറ്റാൻ വേണ്ടിയിട്ട് അപ്പർ ലോവർ ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഞാൻ ആദ്യം അപ്പർ കേസിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പർ കേസിലേക്ക് മാറ്റിയ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സ്ട്രിംഗ് നെയിം, അതായത് str1 ഡോട്ട് അപ്പർ, ഒരു സ്ട്രിംഗ് നെയിം ഡോട്ട് അപ്പർ എന്ന് കൊടുത്താൽ ആ സ്ട്രിങ്ങിനെ അത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ലോവർ കേസിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ലോവർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് str1 ഡോട്ട് ലോവർ എന്ന് കൊടുക്കുന്നുണ്ട്. അത് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഈ രണ്ട് വേരിയബിൾസും ഒന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. പ്രിന്റ് അപ്പർ, അതുപോലെ പ്രിന്റ് ലോവർ. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന അപ്പർ കേസിലും കിട്ടിയിട്ടുണ്ട്, ലോവർ കേസിലും കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് അപ്പർ ലോവർ ഈ രണ്ട് ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ സ്ട്രിങ്ങിൽ എന്തെങ്കിലും എക്സ്ട്രാ സ്പേസസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ സ്ട്രിങ്ങിൽ തുടക്കത്തിലും അവസാനവും കുറച്ച് അധികം എക്സ്ട്രാ സ്പേസസ് ഇടുന്നുണ്ട്. ഇനി എനിക്ക് ആ സ്ട്രിംഗ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ക്ലീൻഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് str1 ഡോട്ട് സ്ട്രിപ്പ് എന്ന് കൊടുക്കുകയാണ്. ഈ സ്ട്രിപ്പ് ഫംഗ്ഷൻ എൻ്റെ ഈ സ്ട്രിങ്ങിലുള്ള എക്സ്ട്രാ സ്പേസസിനെ റിമൂവ് ചെയ്യും. ഞാൻ പ്രിന്റ് ക്ലീൻഡ് കൊടുക്കുകയാണ്. അത് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ എക്സ്ട്രാ സ്പേസസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്ട്രിംഗ് ആയ str1 കൂടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് str1 എന്ന് കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്താൽ ഒറിജിനൽ സ്ട്രിംഗ് അവിടെ വിത്ത് സ്പേസസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ട്രിംഗ് എക്സ്ട്രാ സ്പേസസ് ഒന്നും ഇല്ലാതെ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡെക്സ്, ഫൈൻഡ്, ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഇൻഡെക്സിങ് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഓരോ ഇൻഡെക്സിലുള്ള ക്യാരക്ടേഴ്സിനെ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സബ് സ്ട്രിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇൻഡെക്സും ഫൈൻഡും. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പ്രിന്റ് str ഡോട്ട് ഫൈൻഡ് w എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ str1 ഡോട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ w എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിലും എനിക്ക് 0 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഈ w എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ അത് ആ സ്ട്രിങ്ങിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ രണ്ടും 0 എന്ന് കിട്ടിയത്. ഞാനത് മാറ്റി അവിടെ l എന്ന് കൊടുത്തിട്ട് റൺ ചെയ്താൽ രണ്ടിൻ്റെ ആൻസർ എനിക്ക് 2 എന്നാണ് കിട്ടുന്നത്. കാരണം l എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പൊസിഷൻ അവിടെ 2 ആണ്. ഇനി ഈ ഇൻഡെക്സ് അല്ലെങ്കിൽ ഫൈൻഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ മാത്രമല്ല സബ്സ്ട്രിങ്ങിൻ്റെയും പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു പാർട്ട്, അതിനാണ് സബ്സ്ട്രിങ് എന്ന് പറയാം. നമുക്കിനി ഒരു സബ്സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിച്ച് നോക്കാം. അവിടെ ഞാൻ ക്യാരക്ടറിന് പകരം വെൽക്കം എന്ന് പറയുന്ന ഒരു സബ്സ്ട്രിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ 0 എന്ന് കിട്ടുന്നുണ്ട്. ഒരു സബ്സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള ലെറ്റർ ഏതാണോ അതിൻ്റെ ഇൻഡെക്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ വെൽക്കം എന്ന് കൊടുക്കുമ്പോൾ w-ൻ്റെ ഇൻഡെക്സ് ആയ 0 ആണ് കിട്ടുക. അതുപോലെ ഞാനിവിടെ 2 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് t-യുടെ ഇൻഡെക്സ് ആയ 8 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. നമ്മളൊരു ലെറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒരു സബ്സ്ട്രിങ്ങിൻ്റെയോ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ഇതുപോലെ കണ്ടുപിടിക്കാൻ കൊടുക്കുമ്പോൾ ആ ലെറ്റർ അല്ലെങ്കിൽ ആ സബ്സ്ട്രിങ് ആ സ്ട്രിങ്ങിൽ എത്ര തവണ ഉണ്ടെങ്കിലും അതിൽ ആദ്യം ഒക്കർ ചെയ്യുന്നത് എവിടെയാണോ അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത്രയും നേരം നമ്മൾ ഈ സ്ട്രിങ്ങിൽ ഉണ്ടായിരുന്ന ലെറ്ററിൻ്റെയോ സബ്സ്ട്രിങ്ങിൻ്റെയോ ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കാൻ കൊടുത്തത്. ഇനി ഇല്ലാത്തൊരു വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ T കൊടുത്തിട്ട് 2 എന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാല്യൂ നമ്മുടെ സ്ട്രിങ്ങിൽ ഇല്ല. സോ അങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോൾ ഫൈൻഡ് 2 എന്നുള്ളതിൻ്റെ ആൻസർ എനിക്ക് അവിടെ -1 എന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ എററാണ് കിട്ടിയത്, സബ്സ്ട്രിംഗ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇൻഡെക്സും ഫൈൻഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് റൺ ചെയ്ത് നോക്കാം.
അതായത് ഞാനിപ്പോൾ പ്രിന്റ് ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഫൈൻഡിൻ്റെ മാത്രം ആൻസർ കിട്ടും. അപ്പോൾ അത് -1 എന്നാണ് കിട്ടുന്നത്. അതായത് സ്ട്രിങ്ങിൽ ഇല്ലാത്തൊരു വാല്യൂവിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ അവിടെ കൊടുക്കുമ്പോൾ അവിടെ -1 എന്നാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. സെയിം നമുക്ക് ഇൻഡെക്സ് മാത്രം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇൻഡെക്സിൽ അവിടെ ഇല്ലാത്തൊരു വാല്യൂ കണ്ടുപിടിക്കാൻ കൊടുക്കുമ്പോൾ സബ്സ്ട്രിങ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എററാണ് കിട്ടുന്നത്. അടുത്തത് കൗണ്ട് എന്ന് പറയുന്ന മെത്തേഡാണ് കാണാൻ പോകുന്നത്. അതായത് ഒരു സ്ട്രിങ്ങിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സബ്സ്ട്രിങ് എത്ര തവണ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ str1.count അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ ഇ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇ എത്ര തവണ ഈ സ്ട്രിങ്ങിലുണ്ട് എന്നാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഞാനത് റൺ ചെയ്യുമ്പോൾ 3 എന്നെനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അതായത് എൻ്റെ ഈ സ്ട്രിങ്ങിൽ ഇ എന്ന് പറയുന്ന ലെറ്റർ 3 തവണയാണ് ഉള്ളത്. ഇതുപോലെ എനിക്ക് സബ്സ്ട്രിങ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ പൈത്തൺ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യാണ്. അപ്പോൾ എനിക്ക് 1 എന്ന് കിട്ടുന്നുണ്ട്. കാരണം പൈത്തൺ എന്ന് പറയുന്ന സബ്സ്ട്രിങ് ആ സ്ട്രിങ്ങിൽ ഒരു തവണയാണ് ഉള്ളത്. അടുത്തത് കാണാൻ പോകുന്നത് റീപ്ലേസ് മെത്തേഡാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ക്യാരക്ടറിനെയോ സബ്സ്ട്രിങ്ങിനെയോ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റീപ്ലേസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ str1.replace എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഏത് ക്യാരക്ടറിനെയാണ് അല്ലെങ്കിൽ ഏത് സബ്സ്ട്രിങ്ങിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. ഞാനവിടെ t എന്നാണ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞൊരു കോമ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. അതായത് എനിക്ക് t റീപ്ലേസ് ചെയ്യേണ്ടത് T വെച്ചാണ്. അതുകൊണ്ട് ഞാനവിടെ T എന്ന് രണ്ടാമത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് str2 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ഇനി ആ str2 നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എനിക്ക് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസിൽ T എന്ന് പറയുന്ന ലെറ്റർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എനിക്കത് T ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്യാരക്ടറിൻ്റെ പകരം ഒരു വേർഡ് തന്നെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സ്റ്റോറീസ് എന്ന് പറയുന്ന വേർഡ് എനിക്ക് റീപ്ലേസ് ചെയ്യണം. ഞാൻ അവിടെ സ്റ്റോറീസ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യേണ്ട വേർഡ് പ്രോഗ്രാമിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് വെൽക്കം ടു പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോറീസിനെ അവിടെ പ്രോഗ്രാമിംഗ് എന്ന വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് സ്പ്ലിറ്റ് മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പ്രിന്റ് str1.split എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് str1 എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ എല്ലാ വേർഡ്സും സ്പ്ലിറ്റ് ചെയ്ത് കിട്ടണം. പ്രോഗ്രാം റൺ ചെയ്യാം. ഇപ്പോൾ ഔട്ട്പുട്ടിൽ എനിക്ക് എല്ലാ വേർഡ്സും സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്, ഇങ്ങനെ 4 സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രിങ്ങിലെ വേർഡ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ആ സ്പ്ലിറ്റിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ആ സ്ട്രിങ്ങിനെ സ്പേസ് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് മെത്തേഡ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും ഡിലിമിറ്റർ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ ഡിലിമിറ്റർ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്ട്രിങ് ഇപ്പോൾ ഹലോ കോമ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് അങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് കോമ കൊണ്ടാണ് ആ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ സ്പ്ലിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ ഡിലിമിറ്ററായ കോമ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്താൽ എനിക്ക് ഹലോ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് ഇങ്ങനെ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത്. കാരണം അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഡിലിമിറ്റർ കോമയാണ്. അവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഇതിനെ സ്പേസ് വെച്ചിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് മെത്തേഡ് ഒരു സ്ട്രിങ്ങിനെ വേർഡ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത് പോലെ ഈ വേർഡ്സിനെയൊക്കെ തിരിച്ച് ജോയിൻ ചെയ്ത് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജോയിൻ. ഇനി ജോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് എനിക്ക് ആദ്യം കുറച്ച് വേർഡ്സ് വേണം. സോ ഞാൻ വേർഡ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള സ്ട്രിങ്ങിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് വേർഡ്സ് ആക്കി സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേർഡ്സ് ഈക്വൽ ടു str1.split എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് വേർഡ്സ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. എനിക്ക് ആ വേർഡ്സിനെല്ലാം കൂടെ ചേർത്ത് ഒരു സെൻറ്റൻസ് ആക്കണം. ഞാൻ സെൻറ്റൻസ് ഈക്വൽ ടു എൻ്റെ കയ്യിലുള്ള വേർഡ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജോയിൻ. .join അതിൻ്റെ ഉള്ളിൽ ഞാൻ ഏതിനെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അവിടെ കൊടുക്കണം. അപ്പോൾ വേർഡ്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. അതുകൊണ്ട് അവിടെ വേർഡ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് സ്പേസ് വെച്ചിട്ടാണ് അതിനെ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കോമ വെച്ചിട്ടാണെങ്കിൽ അവിടെ കോമ എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് വെച്ചിട്ടാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഡിലിമിറ്റർ അവിടെ കൊടുക്കണം. ഞാനവിടെ സ്പേസ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ space.join വേർഡ്സ് എന്ന് കൊടുക്കുക. ഇനി ഞാൻ ആ സെൻറ്റൻസ് എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ വേർഡ്സ് എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ്. അതവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്.
അതുപോലെ ഞാൻ പ്രിന്റ് സെന്റൻസ് കൊടുത്തിരുന്നിടത്ത് വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ് എന്ന് വന്നിട്ടുണ്ട്. അതായത് എല്ലാ വേർഡ്സിനെയും സ്പേസ് വെച്ച് ജോയിൻ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻ എന്ന് പറയുന്ന കീവേഡ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സബ് സ്ട്രിങ്ങോ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഇൻ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വെൽക്കം എന്ന് പറയുന്ന ഒരു സബ് സ്ട്രിങ് എൻ്റെ സ്ട്രിങ്ങിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. ഞാൻ പ്രിന്റ് വെൽക്കം ആ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇൻ str1 എന്ന് കൊടുക്കുകയാണ്. പ്രിന്റ് വെൽക്കം ഇൻ str1. ഇത് ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ട്രൂ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ വെൽക്കം ഇൻ str1 എന്ന് കൊടുത്തത് ട്രൂ ആണ്. അതായത് വെൽക്കം എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇനി ഞാൻ ക്യാപിറ്റൽ W മാറ്റി അവിടെ സ്മോൾ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫാൾസ് ആണ്. കാരണം സ്മോൾ ലെറ്ററിൽ തുടങ്ങുന്ന വെൽക്കം എന്ന് പറയുന്ന ഒരു സബ് സ്ട്രിങ് എൻ്റെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ ഞാൻ വെൽക്കം ഇൻ str1 എന്ന് കൊടുത്തത് ഫാൾസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഇൻ എന്ന് പറയുന്ന കീവേഡ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് കാണാൻ പോകുന്നത് സ്റ്റാർട്ട്സ് വിത്ത് എൻഡ്സ് വിത്ത്. ഈ രണ്ട് മെത്തേഡാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് എൻഡ് ചെയ്യുന്നത് ഏതിലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ str1.starts with എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ W എന്ന് കൊടുക്കുകയാണ്. ഇത് ചെക്ക് ചെയ്യുന്നത് W എന്ന് പറയുന്ന ക്യാരക്ടറിലാണോ എൻ്റെ str1 എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണെങ്കിൽ ട്രൂ എന്ന് കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് കിട്ടും. അതുപോലെ ഞാൻ പ്രിന്റ് str1 ends with S എന്നും കൊടുക്കുന്നുണ്ട്. അതായത് എസ്സിലാണോ അത് എൻഡ് ചെയ്യുന്നത്. ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ രണ്ടും ട്രൂ എന്നാണ് കിട്ടുന്നത്. കാരണം എൻ്റെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് W-ലാണ്, എൻഡ് ചെയ്യുന്നത് S-ലാണ്. ഇനി ഞാൻ അത് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട്സ് വിത്തിൻ്റെ അകത്ത് പൈത്തൺ എന്നും എൻഡ്സ് വിത്തിൻ്റെ അകത്ത് 2 എന്നും കൊടുത്തിട്ട് ഞാൻ റൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് രണ്ടും ഫോൾസ് എന്ന് കിട്ടും. കാരണം എൻ്റെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈത്തണിലല്ല, എൻഡ് ചെയ്യുന്നത് 2-ലും അല്ല. ഇനി ഞാൻ സ്റ്റാർട്ട്സ് വിത്തിൻ്റെ അവിടെ വെൽക്കം എന്ന് കൊടുത്തിട്ട് റൺ ചെയ്താൽ അത് ട്രൂ എന്ന് കിട്ടും, എൻഡ്സ് വിത്ത് 2 എന്നുള്ളത് ഫോൾസ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്യാപിറ്റലൈസ് ടൈറ്റിൽ. ഈ രണ്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ആദ്യത്തെ ലെറ്ററിനെ മാത്രം അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പം ഞാൻ str2 = str1.capitalize എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ ആദ്യത്തെ ലെറ്ററായ W മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലാണ് കിട്ടുക. ഓൾറെഡി ക്യാപിറ്റൽ ഉള്ളത് പോലും ഔട്ട്പുട്ടിൽ സ്മോൾ ആയിട്ടായിരിക്കും കിട്ടുക. എൻ്റെ str1-ലെ W സ്മോൾ ആയിരുന്നെങ്കിലും ഞാനത് റൺ ചെയ്ത് നോക്കിയാൽ ഔട്ട്പുട്ടിൽ W എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റലിൽ കിട്ടും, ബാക്കിയെല്ലാം സ്മോൾ ആയിരിക്കും കിട്ടുക. ഇനി എന്താണ് ടൈറ്റിൽ എന്ന് പറയുന്ന മെത്തേഡ് നോക്കാം. ടൈറ്റിൽ യൂസ് ചെയ്താൽ നമുക്ക് ആ സ്ട്രിങ്ങിലെ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും കിട്ടുക, ബാക്കി എല്ലാ ലെറ്ററും സ്മോൾ ആയിരിക്കും. ഓരോ വേർഡ്സിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ മാത്രം ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. ഇത് കാണാൻ പോകുന്നത് ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം. ഈ 3 മെത്തേഡ്സ് ആണ്. ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ആൽഫബറ്റ്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈസ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ആ സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഡിജിറ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഈസ് ആൽനം എന്ന് വെച്ചാൽ ഈസ് ആൽഫ ന്യൂമറിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകിൽ ആൽഫബറ്റ് അല്ലെങ്കിൽ നമ്പർ, അതിലേതെങ്കിലും ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടും. ഞാനിപ്പോൾ ഇത് 3 കൊടുത്തിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ 3 ഫോൾസ് എന്നാണ് കിട്ടുന്നത്. കാരണം എൻ്റെ ആ സ്ട്രിങ്ങിൽ ആൽഫബറ്റ്സ് മാത്രമല്ല ഉള്ളത്, അവിടെ എക്സ്ട്രാ ആയിട്ട് സ്പേസ് ക്യാരക്ടർ വരുന്നതുകൊണ്ട് എനിക്കെല്ലാം ഫോൾസ് കിട്ടിയത്. ഇനി ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് വെൽക്കം എന്ന് മാത്രം ആക്കിയിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈസ് ആൽനം എന്നുള്ള ചെക്ക് ചെയ്യുന്നത് എനിക്ക് ട്രൂ കിട്ടുന്നുണ്ട്. കാരണം ആൽഫബറ്റ്സോ നമ്പറോ മാത്രമേ അതിലുള്ളൂ എന്നാണ് അത് ചെക്ക് ചെയ്യുന്നത്, അത് ട്രൂ ആണ്. അടുത്തത് ഈസ് ആൽഫ ചെക്ക് ചെയ്യുന്നത് ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്, അതും ട്രൂ ആണ്. ഈസ് ഡിജിറ്റ് ചെക്ക് ചെയ്യുന്നത് അവിടെ ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്പർ മാത്രമാണ് ഉള്ളതെന്നാണ്, അത് ഫാൾസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഫാൾസ് കിട്ടിയത്. ഇനി ഞാനവിടെ വെൽക്കം 1 2 3 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്താൽ ഈസ് ആൽനം ട്രൂ കിട്ടും. കാരണം ആൽഫബറ്റോ നമ്പറോ ആണെങ്കിൽ ട്രൂ കിട്ടും. ഈസ് ആൽഫ എന്നുള്ളത് ഫാൾസ് ആണ്. കാരണം അവിടെ ആൽഫബറ്റ്സ് മാത്രമല്ല ഉള്ളത്, നമ്പറും കൂടിയുണ്ട്. ഈസ് ഡിജിറ്റ് എന്നുള്ളതും ഫാൾസ് കിട്ടും. കാരണം അവിടെ ഡിജിറ്റ് മാത്രമല്ല ഉള്ളത്. ഇനി ഞാൻ അവിടെ ഡിജിറ്റ് മാത്രമായി 1 2 3 മാത്രമായിട്ട് റൺ ചെയ്താൽ ഈസ് ആൽനം എന്നുള്ളത് ട്രൂ കിട്ടും. കാരണം ഡിജിറ്റോ ആൽഫബറ്റോ ഏതായാലും അത് ട്രൂ തന്നെയാണ് കിട്ടുക. പക്ഷേ ഈസ് ആൽഫ എന്നുള്ളത് ഫാൾസ് ആയിരിക്കും കിട്ടുക. കാരണം ആൽഫബറ്റ്സ് മാത്രം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രൂ കിട്ടുള്ളൂ. അടുത്തത് ഈസ് ഡിജിറ്റ് എന്നുള്ളത് ട്രൂ ആണ് കിട്ടുന്നത്. കാരണം എല്ലാം അവിടെ ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യാം, എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. സ്ട്രിംഗ് മാനിപ്പുലേഷൻസിന് ആവശ്യമായ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പൈത്തൺ കൺസെപ്റ്റ്സ് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.